നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ കോൺഫിഡൻ്റ് അല്ല 10 പേരുടെ മുമ്പിൽ അത് വിളമ്പാൻ അല്ലെങ്കിൽ അവർക്ക് ഇതുണ്ടാക്കി കൊടുക്കാൻ. നന്നായി നീന്തൽ അറിയാം, നന്നായി ഓടാനും ചാടാനും അറിയാം, പക്ഷേ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ കോൺഫിഡൻ്റ് അല്ല. നല്ല മാർക്കുകളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ അവരുടെ മുമ്പിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട്, എൻ്റെ ടാലൻറ്റ് പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഹൗ ടു ബി എ കോൺഫിഡൻറ്റ്, ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. Confidence is built by a practice. A competent man is confident. ഒന്നാമത്തെ തിയറി എന്താണെന്ന് ചോദിച്ചാൽ പ്രാക്ടീസാണ്. നിങ്ങൾ പല ആളുകളും വാഹനം ഓടിക്കാൻ അറിയുന്ന ആളുകളാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വാഹനം ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത ആദ്യ ദിവസം ഉണ്ടായത് നിങ്ങളോട് പറയാം. ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, ഈ 3 സാധനം കാലിൻ്റെ അടുത്താണ്. ആകെ 2 കാലേ ഉള്ളൂ. ഇനി ഗിയർ, സ്റ്റിയറിംഗ്, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യണം, പക്ഷേ ഇതിലൊന്നും നോക്കാൻ പാടില്ല. എല്ലാം നേരെ ഗ്ലാസ്സിലൂടെ റോഡിലേക്ക് നോക്കണം. ഇതെങ്ങനെ സാധ്യമാകും? വലിയ കൺഫ്യൂഷനായിരുന്നു. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയർ. അതിന് ഗിയറിലാണെങ്കിൽ 1ഉം 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ കിടക്കുന്നു. ഇതിനോടൊപ്പം സ്റ്റിയറിങ്ങിലാണെങ്കിൽ ലൈറ്റിൻ്റെ ഓപ്പറേഷൻസ്, ഇതെല്ലാം കൂടെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? 15 ദിവസം കൊണ്ട് കാര്യങ്ങൾ പഠിച്ചു. 10-30 ദിവസത്തിനുള്ളിൽ ലൈസൻസും കാര്യങ്ങളും കിട്ടി. പക്ഷേ വണ്ടി ഓടിക്കാൻ കോൺഫിഡൻ്റ് അല്ല. പഠിച്ചു, ആക്ഷൻ ഉണ്ടായിരുന്നു, പഠിച്ചു. ഒരാളെ വെച്ച് കുറേ ദിവസങ്ങൾ എന്നോടൊപ്പം കാറിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് വന്നു. കുട്ടിക്കാനത്തെ വളവുകളും കട്ടപ്പനയിലെ തിരിവുകളുമൊക്കെ കുറേ ഓട്ടി. അവസാനം കോൺഫിഡൻ്റായി. അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. 1 ആക്ഷൻ, നമ്പർ 2 പ്രാക്ടീസ്. ഈ പ്രാക്ടീസിൽ 3 കാര്യമുണ്ട്. നമ്പർ 1 ഈസ് പ്രാക്ടീസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. നമ്പർ 3 ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് മോർ പ്രാക്ടീസ്. ബിക്കം എ കോൺഫിഡൻറ്റ്. എങ്ങനെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളും കോൺഫിഡൻ്റ് അല്ലാത്ത ആളുകളെയും തിരിച്ചറിയാൻ ചില മെത്തേഡുകളുണ്ട്. 1, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ സക്സസ്സിൽ അത് സെലിബ്രേറ്റ് ചെയ്യും. എന്നാൽ കോൺഫിഡൻ്റ് അല്ലാത്ത ആളുകൾ അവരുടെ സക്സസ്സിൽ ഒരു ജലസിയോടുകൂടി അവരെ നോക്കിക്കാണും. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ പറഞ്ഞിരിക്കും. കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, അയാളുടെ മൈൻഡ് വളരെ ഓപ്പണാണ്. കോൺഫിഡൻ്റ് അല്ലാത്തൊരു മനുഷ്യൻ്റെ മനസ്സ് അത് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. കോൺഫിഡൻറ്റ് പേഴ്സൺ എപ്പോഴും തിങ്ക് പോസിറ്റീവ്. എന്ത് കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കും. ഓരോ തകർച്ചകളെയും പോസിറ്റീവായി ലേൺ ചെയ്യും. കോൺഫിഡൻ്റ് അല്ലാത്ത മനുഷ്യൻ ഒരുതരം പെസിമിറ്റിക്കാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരിൽ പഴിചാരിയും ഒക്കെ ആയിരിക്കും അവരുടെ ജീവിതം. കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാൾ എപ്പോഴും എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇങ്ങനെ തള്ളി തള്ളി നീങ്ങുന്നു. ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ മിസ്റ്റേക്കുകളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും. എന്നാൽ കോൺഫിഡൻ്റ് അല്ലാത്തൊരു മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെ കോൺഫിഡൻ്റ് ആകാം? ഒന്നാമത്തെ കാര്യം, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. നിങ്ങളുടെ കഴിവും മറ്റൊരാളുടെ കഴിവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. 1, ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഫോളോവേഴ്സാണ്, എനിക്കത്രമാത്രം ഇല്ലല്ലോ. കമ്പയർ ചെയ്യാൻ പാടില്ല. അയാൾക്ക് ഒരുപാട് സ്റ്റാറ്റസ് ഉണ്ട്, പേരുണ്ട്, ഫാൻസ് ഉണ്ട്, എനിക്കതൊന്നുമില്ല. കമ്പയർ ചെയ്യാൻ പാടില്ല. അയാൾക്ക് ഒരുപാട് പണമുണ്ട്, എനിക്കത്ര ഇല്ലല്ലോ.
അയാൾ ഉപയോഗിക്കുന്ന കാറ് ഹെവി ബ്രാൻഡഡ് കാറുകളാണ്, പോഷ് കാറുകളാണ്. എനിക്കതില്ലല്ലോ. നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അതുപോലെ ആവാനല്ലോ നമ്മളാവാനാണ് എന്ന തിരിച്ചറിവ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ബിക്കം എ കോൺഫിഡൻറ്റ്. നമ്പർ 2, നിങ്ങൾ കുറേ സുഹൃത്തുക്കളുണ്ടാവാം. അവർ നിങ്ങളുടെ വളർച്ചയ്ക്കാണോ തളർച്ചയ്ക്കാണോ ഉതകുന്നത് എന്ന് നിങ്ങൾ സ്വയം നോക്കി മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണോ തളർത്തുകയാണോ എന്ന് നോക്കണം. പലപ്പോഴും സൗഹൃദങ്ങളാണ് പലരുടെയും വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസിൻ്റെ ശക്തി എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വളർത്തുകയാണോ തളർത്തുകയാണോ? നമ്പർ 3, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സ്നേഹിക്കാൻ തുടങ്ങുക. ഡയറ്റ്, എക്സസൈസ്, മെഡിറ്റേഷൻ, ഗുഡ് സ്ലീപ്പ്, ഇത് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്പർ 4, ഫേസ് യുവർ ഫിയർ. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത്? ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഭയമാണോ? അതോ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഭാഷ, എൻ്റെ ലാംഗ്വേജ് പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു തോന്നലാണോ? അതോ നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു ഭയമാണോ? അതോ മറ്റാരെങ്കിലും നിങ്ങളെ ആക്രമിക്കുമെന്നോ, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമെന്നോ, അല്ലെങ്കിൽ ഞാൻ ആളുകളുടെ മുമ്പിൽ ഇളിഭനായി പോകുമെന്നോ എന്നുള്ളൊരു ചിന്തയാണോ? ആ ഭയത്തെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണം. ആ ഭയവുമായി നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങണം. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ സക്സസിൻ്റെ പിന്നിൽ ആരോട് ചോദിച്ചാലും പ്രാക്ടീസാണ്. എത്ര പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യുന്നോ മോർ കോൺഫിഡൻറ്റ്. ഒരാൾ ജഗ്ഗിൾ ചെയ്യുന്നു എന്ന് കരുതുക. എൻ്റെ ഒരു സുഹൃത്തിനെയുണ്ട്, ക്രിസ്റ്റീന, ലണ്ടൻകാരിയാണ്. ഏകദേശം 12ഓളം ബോളുകൾ വെച്ചിട്ട് ജഗ്ഗിൾ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, ബൗൺസിങ് ജഗ്ലിംഗ് ആണ്. എന്ത് കോൺഫിഡൻ്റ് ആയിട്ട് അത് പെർഫോം ചെയ്യും. പ്ലസ് കണ്ണുകൾ കെട്ടിയാണ് ജഗ്ഗിൾ ചെയ്യുക. കോൺഫിഡൻസ്, പ്രാക്ടീസ്. കോൺഫിഡൻ്റ് ആകാൻ ഒരു ആക്ഷൻ നിങ്ങളിൽ നിന്നുണ്ടാവണം. ആ ആക്ഷൻ പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, ആ പ്രാക്ടീസ് മോർ പ്രാക്ടീസ് ആവണം. അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവണം. സോ ഇപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വീണ്ടും ആക്ഷൻസ് കൊണ്ടുവരിക. പണ്ട് ഒരു ട്രിക്ക് കാണിക്കാനായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കലെത്തും. അമ്മയുടെ അടുക്കൽ കാണിക്കും, അത് പൊളിയും. പിന്നെയും കാണിക്കും. അമ്മയിൽ നിന്നൊരു വൗ എന്നൊരു എക്സ്പ്രഷൻ കിട്ടുന്നതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നീടത് അനുജന്മാരുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുക്കലും കാണിക്കാൻ തുടങ്ങി. പാളിപ്പോയിട്ടുണ്ട്, പിന്നീട് ജയിച്ചിട്ടുണ്ട്. പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രാക്ടീസ് ആൻഡ് മോർ പ്രാക്ടീസ്. Become confident. Thank you. Have a great day.